ഹായ്. ഇന്ന് രാവിലെ മദ്രസില്ലാത്തതിന് ഇത്തിരി നേരം വൈകിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ വേറെ പണിക്കൊന്നും പോയില്ല കേട്ടോ, നേരിട്ട് അടുക്കളയിൽ കണ്ടാ വന്നത്. ഇന്നിപ്പോൾ എന്തായാലും നിസാർക്കാക്ക് വീടിൻ്റെ തൊട്ടേരിയത്തിനാണ് പണി. ഫുഡൊന്നും കൊണ്ടുപോകണ്ട, അവരിവിടെ വന്ന് കഴിച്ചോളൂ. അപ്പോൾ ചായക്കടി വേണം, ചോറ് വേണം. ചോറിന് കറി ഇപ്പോൾ മോര് കറി ഉണ്ട്, പിന്നെ ക്യാബേജും ക്യാരറ്റും ചീരയും വെച്ച് ഫ്രിഡ്ജിലുണ്ടായ സകലമാല പച്ചക്കറികളും വെച്ചൊരു തട്ടിക്കൂട്ട് ഒലത്തി ഞാൻ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം പയറൊലത്തും ഉണ്ടായിരുന്നു. പയറെടുത്ത് രാവിലത്തെ ചായക്കടിയുടെ കറിക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 2 കറികളും തലേദിവസം രാത്രിക്കലത്തെ ഉണ്ടാ. പിന്നെ ചോറ് വടിച്ചിട്ടുണ്ട്, ചോറ് തിളപ്പിച്ച് വടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം എന്തായാലും എല്ലാം തട്ടിക്കൂട്ടണം. അപ്പോൾ ചായക്കടിയും തട്ടിക്കൂട്ടാക്കാമെന്ന് വിചാരിച്ച് ആട്ടപ്പൊടിയിൽ ഇത്തിരി വെള്ളവും മുട്ടയും ഉപ്പൊക്കെ ഇട്ട് മിക്സിയിൽ അങ്ങോട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. ദോശ ചുടണ പോലെ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് ചുട്ടിത്തിരി നെയ്യൊക്കെ പുരട്ടി അങ്ങോട്ട് ചുട്ടെടുത്ത്. അതിൻ്റെ ഒപ്പം അപ്പുറത്ത് ഇതിൽ 2 കോഴിമുട്ട വേവിക്കാനിട്ടിട്ടുണ്ടേ. കോഴിമുട്ട ഞാൻ ഈ 2025 പ്രമാണിച്ച് ഡയറ്റൊക്കെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ അരിപ്പൊടിയും ചോറൊക്കെ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കണത്. മോമോന് അതിൻ്റെ ഇടക്ക് പയറേറിയും അപ്പവും കൊണ്ട് കൊടുത്തപ്പോൾ അത് വേണ്ട അവനക്ക്. അപ്പോൾ തലേ ദിവസത്തെ സലാത്തിന് ചോറുണ്ടായി, അതൊന്ന് മുട്ടയൊക്കെ ഇതാക്കി അവൻ്റെ രീതിയിലൊന്ന് ശരിയാക്കി കൊടുത്തപ്പോൾ പിന്നെ അവനക്ക് അത് മതി. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ അവൻ അവിടെ നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഓഫീസിലേക്കുള്ള ടിഫിൻ ബോക്സും ഒക്കെ പാക്ക് ചെയ്ത് ഒരു ദോശയും പയറേറിയാണ് എടുക്കണത്. ഇത്തിരി മുന്തിരിയും കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രാവിലത്തെ ചായക്കടിയാണ് ഉണ്ടായിരിക്കണത്. അതൊക്കെ കഴിച്ച് വരുമ്പോഴത്തേനും ഒരുവിധം ടൈമാവും. ഒരു 9:15 ആകുമ്പോഴത്തേനും എനിക്ക് ജോലിക്ക് കയറണേ. ഞാൻ ജോലിക്ക് കയറുമ്പോൾ അവൻ എന്തായാലും അങ്ങോട്ടാക്കും, തറവാട്ടിലേക്കാക്കും. പിന്നെ ഞാൻ കുളിച്ച് ഒരുങ്ങിയിട്ട്